ഒരു മൗലവി പറയുന്നത് കേൾക്കും നിങ്ങൾ. അദ്ദേഹം പറയാണ്, ഹദീസ് എന്നൊക്കെ പറഞ്ഞാല് അതൊരു സാഹിത്യമായിട്ട് കണ്ടാൽ, സാഹിത്യത്തിൽ കൊള്ളാനും തള്ളാനൊക്കെ ഉണ്ടാവും എന്നതുപോലെ ഹദീസിലെ ചില പദങ്ങളൊക്കെ അതിലൊക്കെ പലതും സംഭവിക്കാം, പല അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ആ ഹദീസുകളൊക്കെ മാറ്റിക്കളയേണ്ടി വരും. നമ്മൾ ഹദീസിലൊക്കെ ഒരു സാഹിത്യമായിട്ട് കണ്ടാൽ മതിയാണ്. അപ്പൊ നമ്മൾ വൈ.എൻ. കുറുപ്പിന്റെ ഒക്കെ പുസ്തകം വായിക്കും പോലെ, അല്ലെങ്കിൽ പി വീരേന്ദ്രകുമാറിന്റെ പുസ്തകം വായിക്കും പോലെ, അല്ലെങ്കിൽ എം.ടിയുടെ പുസ്തകം വായിക്കുന്നത് പോലെ ഒരു സാഹിത്യമായിട്ട് കണ്ടാൽ മതി. എന്തിനെ കുറിച്ചായി പറയുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹോദരന്മാരോട് സ്നേഹത്തോടെ നിർത്തട്ടെ. ഇതാരെയും കുറ്റപ്പെടുത്താനല്ലേ പറയുന്നത്, ആരെയും കളിയാക്കാനല്ലേ പറയുന്നത്. പരലോക ചിന്തയുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും മരിക്കണം എന്നുള്ള ബോധമുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയുള്ള അപേക്ഷ മാത്രമാണ് നടക്കുന്നത്. ഒരു മൗലവി ഹദീസിനെ കുറിച്ച് പറയുന്ന ശൈലി, ഒരു ഹദീസിൽ പദപരമായിട്ട് ഇങ്ങനെ ഇൽത്തിറാബുണ്ടെങ്കിൽ അത്തരം ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുകയില്ല. ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സാഹിത്യമാണത്. ഖുർആൻ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററേച്ചർ ആണത്, സാഹിത്യമാണ്. അപ്പൊ സാഹിത്യത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കടന്നു വന്നാൽ അതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ഹദീസ് നമ്മൾക്ക് ഹുജ്ജത്തിന് പറ്റുമോ? മാത്രല്ല നിങ്ങൾ ശ്രദ്ധിക്കുക, ഹദീസിന്റെ ഇടയിൽ കൂടി ഏതിന് പറഞ്ഞിട്ടുണ്ട്? ഖുർആനൊക്കെ ഒരു സാഹിത്യമായി. ഇപ്പൊ ഹദീസ് തള്ളി, ഇപ്പൊ ഹദീസ് പറഞ്ഞു ആക്കെ നമ്മൾ മാറ്റി നിർത്തണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്തും പറയും, കുറച്ച് ആയത്തുകൾ മാറ്റി നിർത്തണം. പണ്ട് സി.എൻ. അഹമ്മദ് മൗലവി പറഞ്ഞില്ലേ, ഖുർആൻ ഒട്ടേറെ ആയത്തുകളെ കുറിച്ച് സി.എൻ. അഹമ്മദ് മൗലവി എന്താ പറഞ്ഞത്? അതിനർത്ഥമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അർത്ഥമാക്കണം. എന്തിനെയാണ് ഇതിലേക്ക് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടി സഹോദരന്മാരോട്, അള്ളാഹുവിന്റെ ദീൻ കൊണ്ടല്ലേ കളിക്കുന്നത്? വിശുദ്ധ ഖുർആൻ കൊണ്ടല്ലേ, വിശുദ്ധമായ ഹദീസ് കൊണ്ടല്ലേ കളിക്കുന്നത്? ഇതിനൊക്കെ നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റും. ഇത് തിരുത്തി കൊടുക്കേണ്ടത് നമുക്ക്. അത് തിരുത്തുക മാത്രമാണ് ഈ പ്രോഗ്രാം കൊണ്ട് അഭിമന്യരായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇത് സംഘടിപ്പിക്കാൻ അവർ ഉദ്ദേശമായി കഴിച്ചു. പണ്ടൊക്കെ പറയാറുള്ള എന്താ, ഹദീസ് ലൈഫാണ് തള്ളുന്നവർ പറയാറ്. ഇപ്പൊ പറഞ്ഞുകൊടുത്തറിയപ്പോ ഹദീസിന്റെ സനദ് സഹിയാണെങ്കിൽ പോലും അത് ഖുർആൻ എതിരാണെങ്കിൽ തള്ളണം. അങ്ങനെ ഹദീസ് റസൂലുള്ള ഖുർആൻ എതിരായിട്ട് പറയും. ഹദീസ് സനദൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഖുർആൻ എതിരായിരിക്കും. അപ്പൊ ഹദീസ് തള്ളണം. കേൾക്കുന്നു, ഹദീസുകളിൽ പരമ്പര സ്വഹീഹായിട്ടുള്ള, സനദ് സ്വഹീഹായിട്ടുള്ള ചില ഹദീസുകൾ ഉണ്ടാകും. പക്ഷേ ആ ഹദീസുകളുടെ റിപ്പോർട്ട് വിശുദ്ധ ഖുർആനിൽ എതിരായി കഴിഞ്ഞാൽ ഖുർആനിനെ സ്വീകരിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ മാറ്റിവെക്കുക എന്നതാണ് ഖുർആൻ ഒന്നാം പ്രമാണമാണ് എന്നതിന്റെ താല്പര്യം. എന്താ പറഞ്ഞത്? ഖുർആനെ സ്വീകരിക്കുക, ഹദീസിനെ തള്ളുക. നമ്മൾ ഖുർആൻ തള്ളണമെന്നല്ല പറഞ്ഞത്, അത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കാം. എവിടെ കിടന്നു ഇതൊക്കെ ആരാണ് ഇത് ഇവിടെ തുടങ്ങി വെച്ചത്? ഈ ഹദീസുകളെ തള്ളുന്ന രീതി ആരാണ് ലോകത്തൊക്കെ തുടങ്ങി വെച്ചത്? നമ്മൾ പണ്ടേ പറഞ്ഞു, ഇതൊക്കെ പുത്തനാശയക്കാര സ്വഭാവമാണ്. ബിദഈ കക്ഷികൾ പൂർവ്വകാലത്തുള്ള ബിദഈകൾ ആരംഭിച്ച പദ്ധതിയാണ്. നമ്മൾ അന്ന് പറഞ്ഞപ്പോ പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ അവര് തന്നെ തുറന്നു പറയുന്ന കേൾക്കുന്നു, നിങ്ങൾ മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ച പണിയാണ്. ആരാ പറയുന്നത്? മുജാഹിദിന്റെ മറുപടി മുജാഹിദ് തന്നെ. മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ചതാണ്. കണ്ടോ, ഇത് നമ്മുടെ ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ആലിമീങ്ങൾ പൂർവ്വകാലങ്ങളെ പറഞ്ഞു. ഈ ബിദ്അത്തുകാരൊക്കെ ഇപ്പോൾ തുടങ്ങിയതല്ല, പൂർവ്വകാലം തുടങ്ങിയത് ബിദ്അത്തിന്റെ തുടർച്ചക്കാർ തന്നെയാണ് കേരളത്തിലെ വഹാബികള്. ഇത് മുഅ്തസിലിയാക്കളുടെ പിൻഗാമികളാണ്, ഖവാരിജിയാക്കളുടെ പിൻഗാമികളാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ ഇവർ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇവർ തന്നെ തുറന്നു പറയുന്നു, ഈ സ്വഭാവം മുഅ്തസിലിയാക്കളുടെ സ്വഭാവമാണ്. ആരാ മുഅ്തസിലിയാക്കൾ? ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് പറഞ്ഞു അവർ ബിദ്അത്തിന്റെ കക്ഷികളാണ്, പിഴച്ചവരാണെന്ന് പൂർവ്വകാല പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞ ആ മുഅ്തസിലത്തിന്റെ സ്വഭാവമാണ് ഹദീസ് നിഷേധമെന്ന് ജാഹിദ് പണ്ഡിതന്മാർ തന്നെ പറയുന്നു. കേൾക്കുന്നു, ഈ നിഷേധങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. ഈ ഉമ്മത്തിന് ഇത്തരം നിഷേധ പ്രവണതകൾ ആദ്യമായി തുടങ്ങിയത് മുഅ്തസിലിയാക്കളാണ്. ആരാ തുടങ്ങി വെച്ചത്? ആരാ ഹദീസ് നിഷേധം തുടങ്ങി വെച്ചത്? ലോകത്ത് കടന്നു വന്ന പൂർവ്വകാലത്തു നിന്നുള്ള ഇമാമിങ്ങളൊക്കെ നേരിട്ട മഹാനായ ഇമാം മുഹമ്മദ് ഹംബർ റളിയല്ലാഹുവിനെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ നേരിട്ട വലിയ പിഴച്ച കക്ഷിയായ മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ച പദ്ധതിയാണ് ഹദീസ് നിഷേധം. നമ്മുടെ ഈ നാട്ടിൽ വെച്ച് പ്രസംഗിച്ചതാണ്. ഇതല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു മുജാഹിദിന്റെ സ്വഭാവം മുഅ്തസിലിയാക്കളുടെ സ്വഭാവമാണ്. ഹദീസ് നിഷേധം തുടങ്ങും, പിന്നെയോ അത് പതുക്കെ പതുക്കെ ചേകനൂരിസത്തിലേക്ക് എത്തും. അത് പിന്നെ പോയി ഒരു മതവും വേണ്ട, അല്ലെങ്കിൽ സർവ്വമത സത്യവാദത്തിലേക്ക് എത്തും, പിന്നെ നിരീശ്വരവാദത്തിലേക്ക് എത്തുമെന്നൊക്കെ നമ്മുടെ ഉസ്താദുമാർ പണ്ട് പറഞ്ഞപ്പോ ഇതിനവർ കളിയാക്കി. അതല്ലേ പിന്നുണ്ടായത്? സുന്നത്തെ നേരെ ചേകനൂർ എന്താ ചെയ്തത്? മുജാഹിദിലേക്ക് പോയി. മുജാഹിദ് സത്യം എന്തായി? പുതിയൊരു വാദത്തിലേക്ക് എത്തിച്ചെന്നു. ജമാഅത്തായി, പിന്നെ പുതിയൊരു വാദത്തിലേക്ക് എത്തി. ഇപ്പതാ ഇവരും തുറന്നു പറയുന്നു. ഇവിടെ വെച്ച് പരപ്പനങ്ങാടി വെച്ചുകൊണ്ട് മുജാഹിദിന്റെ വേദിയിൽ മുജാഹിദുകൾ പറയാണ്, ഈ പോക്ക് ഹദീസ് നിഷേധം എന്നുള്ള പോക്ക് അത് സർവ്വമത സത്യവാദത്തിലേക്കും ചേകനൂരിസത്തിലേക്കുള്ള പോക്കാണ്. ഇപ്പൊ നമുക്ക് സുഖം ഇതിങ്ങനെ കേട്ടിരുന്നാൽ ഒക്കെ ഇവരെന്നെ പറയാം. നമ്മൾ പണ്ട് പറഞ്ഞിടത്തേക്ക് ഇപ്പൊ മുജാഹിദ് ഇങ്ങനെ ഘട്ടമായി
സഹോദരന്മാരെ, ലോകത്ത് ഹദീസുകൾ നിഷേധിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളും അവസാനം എത്തിപ്പെട്ടിട്ടുള്ള ശുദ്ധമായ മതനിരാസത്തിലേക്കും സർവ്വമത സത്യവാദത്തിലേക്കുമാണ്. കണ്ടോ, ഹദീസ് നിഷേധിച്ച് തുടങ്ങിയവരൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് സർവ്വമത സത്യവാദത്തിലേക്കും മതനിരാസത്തിലേക്കുമാണ്. പറയട്ടെ അദ്ദേഹം. നമുക്കറിയാം, കേരളത്തിൽ ഹദീസ് നിഷേധത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ചേകനൂർ മൗലവി, അയാൾ ആദ്യം കടന്നു വന്ന് ഹദീസ് പ്രമാണമല്ല സഹീൽ ബുഖാരി തോട്ടിലേക്ക് എറിയണം എന്നല്ല പറഞ്ഞത്. അല്ല, ആളെ ആദ്യം പറഞ്ഞതല്ല സുന്നി ശരിയല്ലെന്ന് ആദ്യം പറഞ്ഞു. ആദ്യം അയാൾ സുന്നിയിലായിരുന്നു, എന്നിട്ട് ആദ്യം പറഞ്ഞു സുന്നി ശരിയല്ല, എന്നിട്ട് നേരെ മുജാഹിദിലേക്ക് പോയി. എന്നിട്ടാണ് എന്ത് പറയാൻ തുടങ്ങിയത്? ഹദീസ് ശരിയല്ല. സുന്നികൾക്ക് അതൊന്നും പറഞ്ഞില്ല. സുന്നത്തെ ജമാഅത്തിൽ നിന്ന് ക്ലിയർ ആണ് എത്തിയിരിക്കുന്നത്. സുന്നത്തെ ജമാഅത്തിൽ നിന്ന് പോയി മുജാഹിദിലേക്ക് എത്തി. മുജാഹിദിലേക്ക് എത്തിയപ്പോൾ പറയാൻ തുടങ്ങി കിതാബൊന്നും ശരിയല്ല, പൂർവികരൊന്നും ശരിയല്ല. പിന്നെ അയാൾക്ക് തോന്നി അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഉഷാറാകണം, അപ്പൊ ഹദീസ് ശരിയല്ല തുടങ്ങി. പിന്നെ എവിടെ എത്തി? ഇദ്ദേഹം പറയട്ടെ. ഇജ്മാഉം ഖിയാസും പ്രമാണമല്ല എന്ന് ആദ്യം പറഞ്ഞു വെച്ചു. ഇത് കേട്ടപ്പോൾ ചില ആളുകൾക്കൊന്നും അതിന്റെ അപകടം മനസ്സിലായില്ല. പക്ഷെ ഉമർ മൗലവി എന്ന് തന്നെ പറഞ്ഞു ഇസ്ലാമിന്റെ ശത്രുവാണെന്ന്. പിന്നീട് മുത്തവാത്തിറായ ഹദീസുകൾ മാത്രമാണ് പ്രമാണമെന്ന് പറഞ്ഞു. പിന്നീട് ഹദീസ് തന്നെ പ്രമാണമല്ല എന്ന് പറഞ്ഞു. ഘട്ടമായി അവസാനം ഇസ്ലാം മാത്രമല്ല ശരി, എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ചേകനൂരി പിന്നെ സർവ്വമത സത്യവാദത്തിലേക്കാണ് അയാൾ എത്തിപ്പെട്ടത്. അതന്നെയാണ് ഇപ്പോ മുജാഹിദിലെ ഒരു വിഭാഗം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പടച്ചവനെ പേടിയുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം എന്ന് ചിന്തയുള്ളവരെ ആലോചിക്കുക. മുജാഹിദിലേക്ക് പെട്ടുപോയ അവസ്ഥയാണ്. സുന്നി തന്നെ പോയ പിന്നെ അങ്ങനെയാണ്. ആദ്യം ഇജ്മാവ് വേണ്ട, ഖിയാസ് വേണ്ട, ഇമാമിയങ്ങൾ വേണ്ട, പൂർവികർ വേണ്ട, ഇങ്ങനെ ഘട്ടമായി പറഞ്ഞു പോയിട്ട് പറയും ഹദീസ് വേണ്ട. പിന്നെ പറയും ഒന്നും വേണ്ട, സർവ്വമത സത്യവാദം. ഇപ്പൊ പുതിയ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അയാളെ പരിചയപ്പെടുത്തപ്പോൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ്? വളരെ നിക്കാഹങ്ങൾ കണ്ടിട്ടുണ്ടോ? നിക്കാന്റെ സദസ്സൊക്കെ ഇപ്പൊ അതിനൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നുണ്ട്? ഒരു മൗലവി പറയാണ് മറുവി ഭാഗം 2500 ഹദീസ്. അദ്ദേഹം പറഞ്ഞ അല്ല, 3000 ഹദീസ് നിഷേധിച്ചിട്ടുണ്ട്. എത്ര ഹദീസ്? ചെറിയ വിഷയമാണ് ഇതൊക്കെ ചെറുതായി കണ്ട കാര്യങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും ആരോപിക്കില്ലല്ലോ, അവര് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിക്കുക മാത്രമേ ചെയ്യുന്നത്. മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുനാവിലൂടെ വന്നു എന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങളെയാണ് 3000ഓളം ഹദീസുകളെയാ നിഷേധിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് പറ്റുമോ അത്? എത്ര വേദനയുണ്ട് നിങ്ങൾക്ക്. പടച്ചവനെ പേടിയുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ളവരെ, മുത്തുനബിയോട് സ്നേഹമുള്ളവരെ ചിന്തിക്കുക. 2500ഓളം ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അവിടുന്ന് പോയി 3000 ഹദീസുകൾ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3000ഓളം ഹദീസുകൾ നിഷേധിച്ചു. അത്രേ പറഞ്ഞ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് ദഅവത്ത് തള്ളിയിട്ടുണ്ട്. ഒരു സംശയമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000, 500, 3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് ദഅവത്ത് എടുക്കാൻ പറ്റില്ലെന്ന്. സ്വഹീഹായി മാത്രം, വൈഫൊന്നുമല്ല, വൈഫൊന്നും എടുക്കണ്ട, സ്വഹീഫും മൗലൂദും ഒന്നും എടുക്കണ്ട. സ്വഹീഹായ നിദാന ശാസ്ത്രപ്രകാരം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വഹീഹാണ് എന്ന് വിധി എഴുതിയ 2500, 3000 ഹദീസ് തള്ളിയിട്ടല്ലാതെ ഒരാൾക്ക് ഇന്ന് മർക്കസ് ദഅവത്ത് എടുക്കാൻ കഴിയില്ല. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ആ എണ്ണം കൂടി വരും. മുജാഹിദിലെ ഒരു ഗ്രൂപ്പായ മർക്കസുദ്ദഅവ, നിങ്ങളെ ഗ്രൂപ്പ് കേട്ടിട്ടില്ലേ? പുതിയ ഇങ്ങനെ വരട്ടോ. ആ മർക്കസുദ്ദഅവ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരാൾ അംഗമാകണമെങ്കിൽ ചുരുങ്ങിയത് 2000 ഹദീസെങ്കിലും നിഷേധിക്കണം. അപ്പൊ 3000 എത്തിയിട്ടുണ്ട്, ദിവസം തോറും എണ്ണം കൂടി വരികയാണ്. എന്തിനു നിഷേധിക്കണം ഈ പറയുന്നത്? എന്തിനെ? ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല, ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല, ഇമാം മുഹമ്മദ് റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞ, ഉമ്മത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവിടുന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ശത്രുക്കളുടെ കഠിനമായ പീഡനങ്ങളേറ്റ് ഉമ്മത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ 3000ഓളം ഹദീസുകൾ ഇപ്പോ മുജാഹിദിന്റെ KNM-ന്റെ മർക്കസ് ദഅവ ടീം നിഷേധിച്ചിട്ടുണ്ടെന്നാണ് ഈ മൗലവി പറയുന്നത്. 3000 ഹദീസ് എവിടേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവർ നിശ്ചയിച്ചൊരു 10 കാര്യങ്ങൾ ഹദീസ് പറഞ്ഞിട്ട് ഹദീസിലുള്ള 10 കാര്യങ്ങൾ നിഷേധിക്കുന്നത്. അത് നിങ്ങൾ ഓരോന്ന് കിട്ടും നോക്കുന്നത് ഏതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതൊക്കെ കാര്യങ്ങൾ നിഷേധിച്ചു? ഖബർ ശിക്ഷയില്ല എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ ആൾ കൂടുമല്ലോ. ഖബർ ഓടിക്കണ്ട, സിറാത്ത് അതൊന്നുമില്ലത്രേ. നരകത്തിന്റെ മേലെ ഒരു പാലൊന്നുമില്ല. ഇനി ഞാൻ പാലം കിടക്കുന്ന ആരും വലിക്കണ്ടല്ലോ. മീസാനില്ല എന്ന് പറയുന്നത് നമ്മുടെ നന്മത്തിന്മകൾ തൂക്കുന്ന തുലാസ്, അതുമില്ല. ഇനി എന്താ ഉള്ളതാണോ? ദജ്ജാലും ഇല്ല. കേട്ടോളൂ നിങ്ങൾ, എവിടേക്ക് എത്തി ഇവരുടെ പോക്കെന്ന് പറയട്ടെ. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, KNM മർക്കസ് ദഅവയിൽപ്പെട്ട ആരും തന്നെ ഒരു ഹദീസും നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ജാബിർ മാനിയുടെ അറിവിലേക്ക് 10 ഹദീസുകളല്ല 10 വിഷയങ്ങളാണ് പറഞ്ഞത്.
ശരിക്കും ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ ഉസൂലുൽ ഹദീസ് പ്രകാരം സ്ഥിരപ്പെട്ട ഹദീസ് ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ എന്നാണല്ലോ ചോദ്യം. നിങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവ് തരണം. പിടിച്ച ഒന്ന് എന്റെ സൈന്യ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മുത്തവാത്തിറായ ഒരു ഹദീസ് ഉണ്ട്. രാത്രിയുടെ അവസാന ഭാഗമാകുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇത് മുത്തവാത്തിറായ ഹദീസാണ്. ആ മുത്തവാത്തിറായ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വഭാവം എന്താ എഴുതിയത്? അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലല്ലേ, അവിടെ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാകില്ലേ, അപ്പോൾ അള്ളാഹുവിനെ അർശിലിരിക്കാൻ സമയമുണ്ടാകുമോ എന്ന് നിങ്ങൾ ചോദിച്ച് നിഷേധിച്ചിട്ടുണ്ട്. ഒന്ന്. ഇപ്പൊ 10 പറയുന്നുള്ളൂ. ഇതൊരു വിഷയാട്ടോ, ഒരു ഹദീസല്ല, ഒരു വിഷയമാണ്. ഈ നുസൂലുമായി കൊണ്ട് ബന്ധപ്പെട്ട് 100 കണക്കിന് ഹദീസുകളുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ആ വിഷയത്തിൽ കിതാബിനുണ്ട്. രണ്ടാമത്തെ വിഷയം ജാബിർമാനി ശ്രദ്ധിച്ചോളി, ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് അതിലുള്ള മുഴുവൻ ഹദീസുകളെയും നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹജറുൽ അസ്വദ് സാധാരണ കല്ലാണ്. ഹജറുൽ അസ്വദ് നമ്മൾ അങ്ങാടിത്തെ കരിങ്കല്ലിനെ അതല്ലേ പറയണത്. ഹജറുൽ അസ്വദ് എന്ന കരിങ്കല്ലിനെ കർത്തമാക്കാം. ആ കരിങ്കല്ലല്ലേ കഥ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ മൂലയിൽ എത്ര ആദരവോടുകൂടിയാണ് എല്ലാവരും ഇങ്ങനെ കാണുന്നത്. എത്ര പുണ്യമുണ്ടതിന്. ഞാൻ എന്റെ ഹദീസിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നമ്മുടെ മുഖാം കൂടി നടക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഹജറുൽ അസ്വദിനെ വരെ നിഷേധിക്കുന്നു. അതൊക്കെ ഒരു സാധാക്കല്ലാണ്. എന്തിനാണ് ഇതിൽ കുറെ ആയത്തോ ദിവസം നോക്കണ്ടല്ലോ, എന്തിനാണ് ആളുകളെ പോയി തിരക്കിട്ടുന്നത്? ഒരാവശ്യമില്ലല്ലോ. ഹജറുൽ അസ്വദ് കിട്ടാത്തത്ര സങ്കടത്തിലാ വരാറ്. ആ ഹജറുൽ അസ്വദ് സാധാക്കല്ലാണ് അത്രേ. അടുത്തത് 3 സിറാത്ത് പാലം ഖുർആനിൽ കൊണ്ട് സൂചനയുണ്ട്, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സിറാത്ത് പാലം ഇല്ല എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. സിറാത്ത് പാലില്ല. പരപ്പനങ്ങാടിയിലെ ഈ റെയിൽവേനെ ക്രോസ് ചെയ്യുന്ന പാലത്തിനെ കുറിച്ചല്ലേ പറയണത്? ഇതിനെ കുറിച്ചാണ് പറയണത്. നരകത്തിന്റെ മീതെയുള്ള ആ പാലം നമ്മളൊക്കെ ഇപ്പോഴും പഠിച്ചോണ്ട് കേൾക്കല്ലേ, പഠിച്ചോനെ ഇടിമിന്നലിന്റെ വേഗതയിൽ ആ പാലത്തിലൂടെ വിട്ടുകിടക്കാൻ തൗഫീഖിനെ ദുആ ചെയ്യാറില്ലേ? ഹദീസിലുള്ളതല്ലേ. ആ പാലം ഇല്ല. പിന്നെ തെളിവ് 3. നാലാമത്തത് അജ്വ. ഇവിടെ തന്നെ നിഷേധിച്ചല്ലോ, പിന്നെ ആ സദസ്സ് തന്നെ നിഷേധിച്ചു. ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം തന്നെ നിഷേധമാണ്. നാലാമത്തെ അജ്വയുടെ ഹദീസ് അലിമദിന് പറഞ്ഞത് എന്താ അറിയോ? അതിന്റെ മത്തിന് പോക്കാണ്. അജ്വ ഉംറക്കൊക്കെ പോയിരിക്കറിയല്ലോ, നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകമായ ഒരു ഈത്തപ്പഴമാണ് അജ്വാക്കാരക്ക, അല്ലെങ്കിൽ അജ്വ ഈത്തപ്പഴം എന്ന് പറയുന്നത്. വളരെ പുണ്യമുള്ള സിഹിർ വരെ തടയാൻ കാരണമാകുന്ന അതിലൊന്നും കാര്യമില്ല. പറയട്ടെ, ആ വാക്കം ഉപയോഗിച്ചു. മത്തിന് പോക്കാണ്. എവിടെ പോക്ക്? ആർക്ക് പോക്ക്? ഓറിയന്റലിസ്റ്റുകൾക്ക് പോക്കാണ്, മുജാഹിദികൾക്ക് പോക്കല്ല. അതേ പറഞ്ഞത് അബൂ റയ്യക്ക് പോക്കാണ് ഹദീസ്, പക്ഷെ അത് മുജാഹിദികൾക്ക് പോക്കല്ല. മർക്കസ് ദേവക്ക് ഹദീസ് പോക്കാണ്. നാലാമത്തെ തെളിവ്. അഞ്ചാമത്തെ തബറുക്കുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് തബറുക്കെടുത്തതുമായി കൊണ്ട് ബന്ധപ്പെട്ട് KM തരിയോട് എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ജാബിർ മാനിക്ക് അറിയില്ലെങ്കിലും മൻസൂർ അലി ചമ്മാനോട് ചോദിച്ചാൽ അറിയാം എന്താ യുവതക്കാരെ ചെയ്തെന്ന്. ഇപ്പൊ ജാബിർ മാനിക്ക് തിരിഞ്ഞോളുന്നില്ല. മൻസൂർ അമാനിയുടെ മൻസൂർ തിരങ്ങാടിക്കാരോട് ചോദിച്ചാൽ അറിയാം എന്താണ് ആ പുസ്തകം. നിങ്ങൾ അതിലുള്ള മുഴുവൻ ഹദീസുകളും നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. 5. ആറാമത്തെ കേട്ടോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മലക്കുൽ മൗത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം അത് നിഷേധിച്ചുകൊണ്ട് CN രംഗത്ത് വന്നപ്പോൾ അതിന് മറുപടി എഴുതിക്കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അൽമനാർ ലേഖനം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ CP മുർസലമി അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞെന്താ അറിയോ? ആ ഹദീസ് സ്വീകാര്യമില്ല, അത് പൊട്ടൻ കഥയാണ്, അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റുകയില്ല. 6. ഏഴാമത്തെ സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് മുഴുവൻ ഹദീസുകളും നിഷേധിക്കുന്നു. 8ാമത്തത് കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ട് മുഴുവൻ ഹദീസുകളും നിഷേധിക്കുന്നു. 9ാമത്തത് പിശാചുമായി കൊണ്ട് ബന്ധപ്പെട്ട് 90% ഹദീസുകൾ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച് നിഷേധിക്കുന്നു. 10ാമത്തത് വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനിഹി എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള കിതാബ് തൗഹീദ് അടക്കമുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ള കിതാബുകൾ വന്ന ഹദീസുകളെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ജാബിർ മാനി എത്ര കാര്യങ്ങളാണ്. ഇനിയും കുറേ പറയുന്നുണ്ട്. ദജ്ജാലിനെ നിഷേധിച്ചതാണ്. ഒരു ഭാഗം പറഞ്ഞു ദജ്ജാലൊന്നും വരില്ല, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞ ചിന്തിക്കായിരുന്നു. ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ദജ്ജാലിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കായിരുന്നു. അതൊന്നല്ല പറയണേ, ദജ്ജാലും വരില്ല. എന്റെ മുഅ്മിനീങ്ങളെ, പടച്ചോനെ പേടിയുള്ളവരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവര് പറയാം, ഈ പ്രസംഗിച്ച ടീം ഏതാ? ജിന്നി ഭാഗം. അവർ പറഞ്ഞതൊന്നും ശരിയല്ല, ഇതൊക്കെ സ്വീകരിക്കണം. ഇവരെങ്ങനെ ഏകദേശം ഇങ്ങനെ നമ്മളിലേക്ക് അടുത്തൊന്നുണ്ടിരിക്കണം. ഏകദേശം ലെവലായി ഇങ്ങനെ വരുന്നുണ്ട്. ഇവരെന്നിട്ട് മറ്റൊരു പറയാം, ഞങ്ങളെ പ്രശ്നം എന്താ അറിയോ? കിതാബൊന്നും സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായില്ല. നമ്മൾ ഇക്കാലം വരെ മുജാഹിദോട് പറഞ്ഞതല്ലോ, നിങ്ങൾ വെറുതെ ഖുർആൻ ഹദീസ് ഒന്നും ഇരിക്കരുത്, പൂർവികരുടെ കിതാബുകളൊക്കെ സ്വീകരിക്കണം. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങള്, ഇമാമിയങ്ങളുടെ കിതാബുകള്, ഇതൊക്കെ സ്വീകരിക്കണം നിങ്ങൾ. ഇപ്പൊ ഇവർ മറ്റൊരു പറയാ, നിങ്ങൾ കിതാബൊന്നും സ്വീകരിക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല. ഇവർ കുറച്ചൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവരിപ്പോ പറയുന്നുണ്ട്, നിങ്ങൾ ഇവർ പറയാണ് ശരിയാകണമെങ്കിൽ നമ്മൾ പൂർവികരുടെ മുഴുവൻ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ്. ഇവരെ കാര്യം നോക്കിയാലോ വളരെ കഷ്ടമാണ് കേട്ടോ. ജിന്നിബാത്തിന്റെ കാര്യം അതിലേറെ കഷ്ടമാണ്.
വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ വളച്ചൊടിക്കുന്നവർ, ഇല്ലാത്ത ഹദീസ് വരെണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. ഇവരെ കുറിച്ച് മറ്റൊരു പറയുന്നത് കേൾക്കാണ്ട്, വിശുദ്ധക്കാരും സംസ്ഥക്കാരും ഇപ്പൊ ഏകദേശം ഒന്നായിട്ടുണ്ടെന്നാണ്. സംസ്ഥക്കാർ ഏകദേശം ആദർശക്ക് ഇവർക്ക് എത്തിയിട്ടുണ്ട്, ഏകദേശമൊക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. ഇവിടെ ചൂട് പ്രസംഗിക്കുന്നുണ്ട്, മറുഭാഗത്തിന്റെ ആളുകൾ ഒരുപാട് പറയുന്നുണ്ട്. ലത്തീഫ് കരിമ്പലാക്കലൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാല് ജിന്നി ഭാഗത്ത് നിൽക്കാനേ കഴിയില്ല. എന്നാലും പറയട്ടെ, അവരാണല്ലോ നമ്മൾ ഈ വിശ്വം കൂടോത്രവാദികൾ എന്നൊക്കെ പറയുന്നത് അല്ലേ? അവരിലൂടെയാണ് ഏറ്റവും പ്രകടമായി സകലമാന അന്ധവിശ്വാസങ്ങളും ശിർക്കൻ ധാരകളും മെല്ലെ മെല്ലെ ഒഴുകി 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 എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരും ഇവിടുത്തെ പഴയ അന്ധവിശ്വാസികളും തമ്മിൽ എവിടെയെല്ലാം വിയോജിക്കുന്നുണ്ട്, എവിടെയെല്ലാം യോജിക്കുന്നുണ്ട് എന്ന് ഇന്ന് കണ്ടെത്തുക പ്രയാസമാണ്. ഇപ്പൊ എല്ലാ അന്ധവിശ്വാസത്തിന്റെ ആൾക്കാർ സുന്നികളെക്കാൾ ഉപരി വിശുദ്ധംകാരാണ്. കാരണം കണ്ണീറിന്റെ വിശ്വസിക്കുന്നു, സിഹിറിന്റെ വിശ്വസിക്കുന്നു, ജിന്നിന്റെ വിശ്വസിക്കുന്നു, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നവരായി മാറി. എന്നാൽ ഇവരെ കുറിച്ച് അലിമദിന് മറയൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയാണ്, വിശുദ്ധക്കാരിപ്പോ ഖുർആനായിട്ട് ഒരു ബന്ധമില്ലാത്തവരായി മാറി. എന്താ മുജാഹിദിന്റെ അവസ്ഥ? എവിടേക്കാണ് ഇവർ പോകുന്നത്? ഒരു ഭാഗം ഹദീസ് പരിപൂർണമായി നിഷേധിച്ചു പോകുക, ഒരു ഭാഗമാണല്ലോ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈമാനുള്ളവർക്ക് മാറി ചിന്തിക്കാൻ പറ്റിയൊരു സമയമാണ്, പടച്ചവരിലേക്ക് അടുക്കാൻ പറ്റിയൊരു സമയമാണ്. അറിയാതെ മുജാഹിദിലേക്ക് പെട്ടുപോയവർ തിരിച്ചു വരാൻ പറ്റിയ സമയമാണ്. അലിമദിന് മറയൂർ പറയുന്ന നിങ്ങൾ ഖുർആൻ വിസ്ഡം ഗ്രൂപ്പ് ബഹുദൂരം മാറിപ്പോയി എന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെയും തിരു സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിന്ന് വിസ്ഡം ടീം ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ വളരെ കടുത്ത അന്ധവിശ്വാസം, ഷിർക്കും കുഫറുമാണ് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ജിന്ന് വിഭാഗം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഷിർക്കും കുഫറുമാണ്. നിങ്ങൾ ആലോചിക്ക്, മുജാഹിദിലേക്ക് ഇനി ആരത് പോകുന്നത്? പറയണേ, ഷിർക്കും കുഫറുമാണ് പ്രചരിപ്പിക്കുന്നത്. ചെറിയ വിഷയങ്ങളല്ല പറയുന്നത്. ഇതാരെ കുറിച്ചാ? ഇവിടെ പ്രസംഗിച്ചു പോയ ജിന്ന് വിഭാഗം വിസ്ഡം ഗ്രൂപ്പിനെ കുറിച്ചാണ്. KNM രക്ഷപ്പെടും, അത് തീരും രക്ഷപ്പെടും. അവരെ കുറിച്ചൊക്കെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞേക്കണം. അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. നമ്മളെ കുറച്ച് മുകളിലത് സുന്നികളൊക്കെ. മുജാഹിദ് ബാലുശ്ശേരി സ്വർഗത്തിൽ പോകും, അതുമില്ല. മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ച് പറഞ്ഞു കരഞ്ഞു പറയാ, ഇന്നിപ്പോ എല്ലാവരും കൂടി കാഫറാക്കുന്നത്. നീ മുജാഹിദിൽ ഇപ്പൊ ആരാ സ്വർഗത്തേക്ക് ഉണ്ടാകാം? ഏത് വിഭാഗം സ്വർഗത്തിലേക്ക് ഉണ്ടാവുക? ഓരോ ഗ്രൂപ്പും മറു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് അവർ കാഫറാണ്, മുശ്രിക്കാണ്. ഒരു സംഘടനാ പ്രശ്നമല്ല ഈ പറയുന്നത്. ജനാധിപത്യ രീതിയിലാകുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ഇതല്ല, ഒരു ടീം മറു ടീമിനെ കുറിച്ച് പറയുന്നു അവർ കാഫറാണ്, മുശ്രിക്കാണ്. എന്താണ് ബാലുശ്ശേരി കരഞ്ഞു പറയാ? ഏത് ബാലുശ്ശേരി നമ്മളൊക്കെ എത്ര കുഫ്രാരോപിച്ചു, എത്ര കാഫറാണ് പറഞ്ഞു? ഞാൻ കേൾപ്പിക്കാം. ആദ്യം അദ്ദേഹത്തെ കുറിച്ച് മറുവിഭാഗം KNM പറഞ്ഞത് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നു. അദ്ദേഹം പറയാണ്, KNM എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കാഫറാണ്, ഞാൻ മുശ്രിക്കാണെന്നാണ്. അവർ പറയുന്നു ആര്? ഞങ്ങൾ അല്ലാഹ്. അത് KNM കുറിച്ച് പറയുന്നത്. ഇയാളെ കുറിച്ച്, എന്നെ കുറിച്ച് കാഫറാണ്, എന്നെ കുറിച്ച് മുശ്രിക്കാണ്. ഈ റമദാനിൽ വരെ കുറെ ആളുകൾ എന്നെ കുറിച്ച് അങ്ങനെ പ്രസംഗിച്ചു, ഞാൻ കാഫറാണെന്ന് പ്രസംഗിച്ചു. ആര് പറയാ? ബാലുശ്ശേരി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. ആരായി പറഞ്ഞത്? ഇയാളെ വിളിച്ചൊക്കെ ഞാൻ കേൾപ്പിക്കാം. പറയട്ടെ, നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പുറത്തു തരട്ടെ. എന്താ പറഞ്ഞത്? മൂപ്പരെ കാഫർ എന്ന് വിളിച്ചാൽ പ്രയാസാണ് പറയുന്നത്. മൂപ്പരെ മുശ്രിക്കെന്ന് വിളിച്ചു, മക്കയിലെ മുശ്രിക്കുകളെ പോലെ എന്നെ കണ്ടുന്ന. എന്നാ ഇയാൾ നമ്മളെന്താ പറഞ്ഞത്? സമസ്തക്കാരെ കുറിച്ച് ഒന്നടങ്കം എന്താ പറഞ്ഞത്? അവരൊക്കെ കാഫറുകളാണ്, മുശ്രിക്കുകളാണ്, നരകത്തിലാണ്. എന്തിനേറെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാധാനനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് ഇയാൾ എന്താ പ്രസംഗിച്ചത്? ഇയാൾ പറഞ്ഞു അബൂജഹലിന്റെ ഈമാനും ജിഫ്രി തങ്ങളുടെ ഈമാനും നോക്കിയാൽ നല്ല ഈമാൻ അബൂജഹലിന്റെതാണ്. അബൂജഹലിനേക്കാൾ മോശമാണ് ജിഫ്രി തങ്ങൾ. കേട്ടോ, കാണിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്. അബൂജഹൽ പോലും സമ്മതിച്ച കാര്യം ഇവർ സമ്മതിച്ചു കൊടുക്കില്ലേ പറഞ്ഞാല്? ചിന്തിക്കും മനുഷ്യരെ. അബൂജഹലിനോട് നബി ചോദിച്ച പറയാ, അല്ലയാണ്, ഒരു സംശയം ഞങ്ങൾക്കില്ല. നിങ്ങൾ പറയൂ. എന്റെ ചോദ്യമാണ്,
അബൂജഹലാണോ കുറച്ചുകൂടി ബെറ്ററായ ഈമാനുള്ളത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണോ? അബൂജഹലിന്റെ ഈമാനാണോ ബെറ്റർ ആയത് അതോ ജിഫ്രി തങ്ങളാണോ? സദസ്സോട് ചോദ്യം. നിങ്ങൾ പറയും. എന്നാൽ അദ്ദേഹം തന്നെ പറയാണ് നല്ല ഈമാന് അബൂജഹലിന്റെതാണ് കേട്ടോ. ആർക്കാ പറഞ്ഞില്ലേ? ആർക്കാ അബൂജഹൽ അല്ലേ? പക്ഷെ അബൂജഹൽ ആരെ ഈമാനാ നല്ലത്? ജിഫ്രി തങ്ങളുടെ ഈമാനേക്കാൾ നല്ലത് അബൂജഹലിന്റെ ഈമാനാണ്. മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അബൂജഹലിനേക്കാൾ മോശമായി ചിത്രീകരിച്ച ആളാണ്. ഇപ്പൊ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്നെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞു, മുശ്രിക് എന്ന് പറഞ്ഞു. ഈ സ്വഭാവം ആര് തുടങ്ങി വെച്ചത്? ഖവാരിജാക്കളുടെ സ്വഭാവമല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ഷർറിന്റെ ആളുകളെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു പറഞ്ഞ ഖവാരിജാക്കൾ ഉലൈക ഷർറുൽ ഖൽഖ്. ഈ ഉമ്മത്തിലെ ഈ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് ഖവാരിജാക്കൾ. അവരാണ് ഈ ഉമ്മത്തിനെ കാഫറാക്കുന്ന സ്വഭാവം തുടങ്ങി വെച്ചത്. അതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജിഫ്രി തങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട്, എല്ലാരെ കുറിച്ചും പറഞ്ഞു. ഇവിടുത്തെ ഖതീബുമാര്, ഇവിടുത്തെ മുദ്രിസുമാര്, ഇവിടുത്തെ കാളിമാര്, ബാക്കവിമാര്, ദാരിമാര്, ഫൈസിമാര്, സഖാഫിമാര് എല്ലാവരും അവരൊക്കെ അബൂജഹലിന്റെ പിൻഗാമികളാണ്, അബൂ താലിബിന്റെ പിൻഗാമികളാണ്, ജൂതന്മാരാണ്, ഷിയാക്കളാണ്. അവരൊന്നും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. വല്ലാഹി അവരൊന്നും മുസ്ലിമീങ്ങളല്ല. നമ്മുടെ ജിഫ്രി തങ്ങളെ കുറിച്ച് മാത്രമല്ലേ സമാധാനിക്കേണ്ട, എല്ലാവർക്കും വള്ളർച്ചയുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവിടുത്തെ ഷീഇ മൊല്ലന്മാര്, ജൂതന്റെ ആൾക്കാരായ ഇവിടുത്തെ കാളിമാര്, ഖത്തീബുമാര്, മുദരിസുമാര്, മൗലാനമാര്, ഷെയ്ഖുലമാര്, കാസിമിയാക്കള്, ബാക്കവിയാക്കള്, അസരിയാക്കള്, അതേപോലെ തന്നെ ഫൈസിയാക്കള്, അങ്ങനെ പിന്നെ സഖാഫിയാക്കള്, എല്ലാ ബിരുദെടുത്ത് പറയുന്നത്. ഞങ്ങൾ കുറച്ച് അഷ്റഫിയാക്കളെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ സഖാഫിയാക്കള്, അങ്ങനെ ഇത് അബൂ താലിബിന്റെ അനുയായികൾ, അബൂ താലിബിൽ നിന്ന് അബൂജഹലിലൂടെ പാരമ്പര്യം കിട്ടിയവർ. കണ്ടോ ആരൊക്കെ? ഇവിടുത്തെ കാളിമാര്, ഇവിടുത്തെ ഖത്തീബുമാര്, ഇവിടുത്തെ മുദദ്ദിസുമാര്, ഇവിടുത്തെ ഇമാമുമാര്, ഇവിടുത്തെ ധാർമിയാക്കള്, ഇവിടുത്തെ ബാക്കവിയാക്കള്, ഇവിടുത്തെ ഫൈസിമാര്, ഇവിടുത്തെ സഖാഫികള്, ഇവിടുത്തെ എല്ലാ ബിരുദധാരികളും, എല്ലാ ഖത്തീബുമാരും എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ ഒറ്റൊന്നും മുസ്ലിമല്ല, ഒന്നും മുസ്ലിമല്ല. ഇവരും തുറന്ന് നിസ്കരിച്ചാൽ ശരിയാവൂല. ഇവരൊന്നും മുസ്ലിമുകളല്ല. അവർ നോമ്പ് നോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, നിസ്കരിച്ചാലും ശരി, എന്ത് അമൽ ചെയ്താലും ശരി, ഇവരൊന്നും മുസ്ലിമുകളല്ല. ഈ ഉമ്മത്തിനെ കുറിച്ച് ഇത്ര മോശമായിട്ട് പറഞ്ഞപ്പോ ആരെങ്കിലും പ്രതികരിക്കാനുണ്ടായോ? വേദനയില്ലേ നമുക്കതിൽ? എന്താണ് പ്രയോഗം? മുസ്ലിമീങ്ങളല്ല. ഇതിലും വലിയൊരു ആരോപണം ലോകത്ത് നടന്നത്. ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുന്നു മുസ്ലിമല്ല. പറയട്ടെ, വഫാത്തായിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ലല്ലോ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മുസ്ലിമായ, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, റസൂലുള്ളാഹിന്റെ ഒപ്പം ഹജ്ജ് ചെയ്ത, റസൂലുള്ളാഹിന്റെ ഒപ്പം മദീനത്ത് താമസിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞില്ലേ? എന്താ കാര്യം? റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്ത, റസൂലുള്ളാഹി തങ്ങളോടൊപ്പം നിസ്കരിച്ച, റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ജീവിച്ച ആൾക്കാർ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പിന്നെയാണോ ഈ 1400 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹു തആല ഇങ്ങനെ എന്ത് ചെയ്താലും പിടിച്ചു നിർത്തുന്നത്? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. വല്ലാഹി ഇവർ മുസ്ലിമീങ്ങളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി പറയട്ടെ. ഇദാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി ഇവിടുത്തെ ഇമാമിങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അത് ബാക്കവി ആയാലും ശരി, ഫൈസി ആയാലും ശരി, ദാരിമി ആയാലും ശരി, സഖാഫി ആയാലും ശരി, ഏത് ബിരുദധാരികളായാലും ശരി, ഏത് മുദരിസ് ആയാലും ശരി, ഏത് ഖതീബായാലും ശരി, ഏത് ഖാദി ആയാലും ശരി, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇവിടുത്തെ പള്ളികളോ? തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. റബീലാഖറായിട്ട് എല്ലാ പള്ളിയിലും കുത്തുബിയത്ത് കാണുന്നുണ്ട്. ചാലിയത്ത് കഴിഞ്ഞോളേ, ശരി. കുത്തുബിയത്ത് നടന്ന പള്ളിയൊന്നും വല്ലാഹി അത് പള്ളിയല്ല, അമ്പലങ്ങളാണ്. അവിടുത്തെ ഇമാമോ അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. എന്താ പറഞ്ഞത്? നമ്മളെ പള്ളിക്കത്തെ ഉസ്താദ്മാരൊക്കെ തുറന്ന് നിസ്കരിക്കുന്നത് സാമിമാരെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ്. ശ്രീ ഡബിൾ ഷേക്കുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് പള്ളിയിലെ ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കുന്നത്. ഇവിടുത്തെ ഖതീബുമാരെ തുറന്ന് നിസ്കരിക്കുന്നത്, ഇവിടുത്തെ ഇമാംമാരെ തുറന്ന് നിസ്കരിക്കുന്നത്, ഇവിടുത്തെ മുദരിസുമാരെ തുറന്ന് നിസ്കരിക്കുന്നത്, ഇവിടുത്തെ ഖാദിമാരെ തുറന്ന് നിസ്കരിക്കുന്നത് അമ്പലങ്ങളിലെ സാമിമാരെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ്. ഇവിടുത്തെ സുന്നി പള്ളികളൊന്നും തന്നെ അത് പള്ളികളല്ല, അമ്പലങ്ങളാണ്.
എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ഈ ഓൺലൈനിലൂടെ മറ്റും കേൾക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, പടച്ചവനെ പഠിക്കുക. എത്ര ഗുരുതരമാണ് ഇത് തുടങ്ങി വെച്ചതാരാ? ഖവാരിജിയാക്കളെ തുടങ്ങി വെച്ചത്. മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന പരിപാടി ലോകത്ത് തുടങ്ങി വെച്ചത് ഖവാരിജിയാക്കളാണ്. അവരെ പിൻതലമുറക്കാരായിട്ടാണ് വഹാബികളും ഈ പ്രോഗ്രാം തുടങ്ങിയത്, ഈ പ്രവർത്തനം തുടങ്ങിയത്, ഈ സ്വഭാവം തുടങ്ങിയതെന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോകുകയാണ്. പടച്ചവനെ പേടിക്കുന്നവരോട്, അള്ളാഹ് എന്ന ചിന്തയുള്ളവരോട് ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് പെട്ടുപോകരുത്. ഏത് ഗ്രൂപ്പും നടക്കാം, ഒന്നിലും പെട്ടുപോകരുത്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ അഭിമന്യരായ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരുടെ പിൻഗാമികൾ ഇന്നലകൾ കഴിഞ്ഞുപോയ മഹാന്മാർ ഉൾപ്പെടെയുള്ള ആ അഭിമന്യരായ സച്ചിതരായ ആളുകൾ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ആയിരിക്കും നമ്മൾ പോകേണ്ടത്. അതല്ലെങ്കിൽ ആക്ബത്ത് നഷ്ടപ്പെട്ടു പോകും, ഈമാൻ നഷ്ടപ്പെട്ടു ഭരിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി 10 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് നിർത്തൽ അനിവാര്യമായതുകൊണ്ട്, മുഖാമുഖത്തിന് സംശയ നിവാരണത്തിന് അവസരം കൊടുക്കൽ അനിവാര്യമായതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകും ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ബുദ്ധിയോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഇവിടെ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് കൃത്യമായ മറുപടികൾ ഇവിടുന്ന് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദർശപരമായ ഏത് വിഷയങ്ങളും, സുന്നികളും അസുന്നികളും തർക്കത്തിലിരിക്കുന്ന ഏത് വിഷയങ്ങളും ചോദിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്കറിയില്ലേ, കഴിഞ്ഞ 13-ാം തീയതിയാണല്ലോ എടവണ്ണയിൽ വെച്ചുകൊണ്ട് മുജാഹിദിന്റെ പ്രഗത്ഭരായ ആളുകൾ സംവാദത്തിന് വന്നു. എന്തേ അവിടെ? ഒരു ചോദ്യം പോലും കൃത്യമായി ചോദിക്കാൻ അവർ കഴിഞ്ഞില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് 8ഓളം ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഒന്നിനു പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ പറയണെന്താ? ഹക്ക് ജാ കൊണ്ടുള്ള തവസ്സുലൊന്നും ഷിർക്കാണ് ഞങ്ങൾ മുമ്പും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവലോകനം നടത്തിയപ്പോ പറയുന്നത് ഹക്ക് കൊണ്ടുള്ള, ജാ കൊണ്ടുള്ള തവസ്സുലൊന്നും ഷിർക്കല്ല. ആര് പറഞ്ഞു ഷിർക്കല്ല? നിങ്ങളെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ ഷിർക്കാണെന്ന്? കുഞ്ഞീദ് മദനിയുടെ പുസ്തകത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടില്ലേ ഹക്ക് കൊണ്ട്, ജാ കൊണ്ട് തവസ്സുലാക്കുന്ന ഷിർക്കാണെന്ന്? പക്ഷെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. ഏതുപോലെ അന്ന് ഞങ്ങൾ സംവാദത്തിൽ വെച്ച് പറഞ്ഞു, സാക്ഷാൽ ഇവരുടെ നേതാവ് ഇബ്നു തൈമിയ്യക്ക് പോലും പണ്ഡിതന്മാരുടെ മുന്നിൽ വന്നപ്പോ തവസ്സുൽ ഷിർക്കാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയാൻ കഴിയില്ല. അപ്പോൾ സുന്നികളും അസുന്നികളും തർക്കത്തിലിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ഇൻഷാ അല്ലാഹ് ചോദിക്കാം. പെട്ടുപോയ മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കാണ് മുൻഗണന നൽകണം. അവരില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ചോദിക്കാം. അവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആരൊക്കെ ചോദിക്കാൻ വരുന്നുണ്ടൊക്കെ പറഞ്ഞ് കാസർകോട്ട് നിന്ന് വരുന്നുണ്ട്, മംഗലാപുരത്ത് നിന്ന് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചറിയിച്ചിരുന്നു. നമ്മൾ ഏത് പ്രദേശത്ത് നിന്ന് വന്ന് ചോദിക്കാന്നവർ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആരെങ്കിലും അങ്ങനെ കാസർകോട് നിന്ന് ട്രെയിനിൽ വന്നിട്ട് കാശ് മുടക്കി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യ പരിഗണന. അവരോട് പരിഗണിക്കണ്ട. എത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മൾ മുടക്കി എന്ന് പറയാൻ പാടുള്ളൂ. അവർക്ക് ആദ്യ പരിഗണന. അവരില്ലെങ്കിൽ പരിസരത്തുള്ള മുജാഹിദുകൾക്ക് 2ാമത്തെ പരിഗണന. അവരാരുമില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാർക്കുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള 3ാമത്തെ പരിഗണന. ഇതുവരെ ആരുമില്ലേ? ഞാൻ വിഷയം പെട്ടെന്ന് നിർത്തിനെന്താ അറിയോ? കാരണം കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മൾ അവസരം കൊടുത്തില്ലേ നാളെ പറയേണ്ട വെച്ചിട്ടാണ്.
അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് കാസർഗോഡ് നിന്ന് വരാനുണ്ട്, അവിടെ നിന്ന് വരാനുണ്ട്, അപ്പോൾ നമുക്കൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഉറപ്പിട്ട് നമുക്ക് കൊടുത്തോളാം. ആരുമില്ലേ? കാസർഗോഡ് നിന്നോരോ പരിസരത്തൊന്നോരൊന്നില്ലേ? ചോദിക്കാം, മാന്യമായിട്ട് ചോദിക്കാം, അവിടെ കൃത്യമായ മറുപടി കിട്ടും. എല്ലാവരും ഉണ്ടോ? വരാൻ കഴിയില്ല. അവരെ നേതാക്കന്മാർ വന്ന അവസ്ഥ നമ്മൾ കണ്ടായില്ലേ? നേതാക്കന്മാർ ഇടവണ്ണപ്പാറ വന്നിട്ട് എന്താ ഉണ്ടായത് നമുക്കറിയാലോ. പിന്നെ ഇപ്പൊ ഈ അനുയായികളെ പറയാനായിരുന്നു ഇടവണ്ണല്ലേ? ആ, നേതാക്കന്മാർ വലിയ വലിയ ആൾക്കാരൊക്കെ ഇടവണ്ണയിൽ വന്നത് എന്തുണ്ടായി? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ശരിയായ ഒരു രീതിയിൽ മറുപടി പറയാൻ കഴിഞ്ഞില്ല മാത്രം. ഇപ്പോ എന്നിട്ട് വിശദീകരണം വെച്ച് പറയാണ്, ഞങ്ങൾ ഹക്ക് ജാ ചർച്ച ചെയ്യാൻ വന്നതല്ല. അപ്പൊ അത് മുണ്ടാൻ തന്നെ ചെയ്യാൻ. ഹക്ക് ജാ ചർച്ച ചെയ്യാൻ വന്നതല്ല ഞങ്ങൾ സംഭവത്തിൽ വന്നത്. ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. നിങ്ങൾക്കറിയില്ല, ഇത്രയും കാലം നമ്മളോട് എന്താ പറഞ്ഞത്? ഹക്ക് ജാ എന്ന് മുറിച്ചു കൊണ്ട് തപസ് ചെയ്യാൻ പാടില്ല എന്നെല്ലാവരും പ്രസംഗിച്ചിരുന്നത്. എന്നിട്ട് ഇപ്പൊ പറയാണ് അതൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിലും താല്പര്യമില്ല. വല്ലവരുണ്ടെങ്കിൽ കയറി വരണം കേട്ടോ. അതിനിടയിൽ കൂടി നടന്നോട്ടെ, കാത്തിരിക്കുമ്പോൾ സമയം മുടച്ചിട്ടാണ്. വല്ലവരുണ്ടെങ്കിൽ കയറി വരണം. ആ, അവിടുത്തെ വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ സംവാദം അവിടെ വന്നിട്ടില്ല. ഇടവണ്ണേ വന്നാ അങ്ങോട്ട് നോക്കണ്ട, ഇടവണ്ണേ തന്നാണ്. ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്ന ഒരു വിഷയമുണ്ട്. അത് ഹക്ക് ജാ ബർക്കത്ത് മുൻനിർത്തി അള്ളാഹുവിനോട് തേടുന്ന വിഷയമാണ്. അത് ചർച്ച ചെയ്യാനല്ല സുന്നികളുമായി മുജാഹിദ് പക്ഷം ഈ പ്രാവശ്യം സംവാദത്തിന് വന്നത്. കണ്ടോ, ഹക്ക് ജാ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ, ആ ഹക്ക് ജാ കൊണ്ടുള്ള തവസ്സുൽ ചർച്ച ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ശിർക്കല്ല നിങ്ങൾ പറയും. അത് പറഞ്ഞു, അത് പറയില്ല. അപ്പൊ എന്താ പറയാൻ കഴിയില്ല? ഇവരെ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു പടപ്പിനെ മുൻനിർത്തിയോ അയാളുടെ ഹക്കോ ജാओ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, അത് ശിർക്കാണ്. അത് ശിർക്കാണെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെ കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന ഇവരുടെ വലിയൊരു നേതാവിന്റെ പുസ്തകത്തിൽ, ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഹക്ക് ജാ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത്, തവസ്സുലാക്കുന്നത് അത് ശിർക്കാണ്. എന്നിട്ട് പറയാണ് ശിർക്കല്ല. ഇപ്പോ അവസാനം ഇവിടുന്ന് ഇടവണ്ണൊന്നും പറയാൻ അവർ കഴിഞ്ഞില്ല, നമ്മളെ മുന്നിൽ അതൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇടവണ്ണയിൽ പോയിട്ട് ഒരു അവലോകനം, ഇവരെ കോട്ടയിൽ പോയിട്ട് അതിൽ വെച്ച് പറഞ്ഞതറിയോ, ഹക്ക് ജാ ഹറാമാണ്, ശിർക്കല്ല. കേട്ടോ, ഒന്ന് ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള തവസ്സുല് ഹറാമാണ്. എന്നാൽ ഷിർക്കിന്റെ പരിധിയിലേക്ക് എത്താത്ത രൂപത്തിൽ റസൂലിന്റെ ഹക്കിനാല് ജാഹിനാല് എന്നെ സഹായിക്കണ റബ്ബേ എന്ന് റബ്ബിനോട് തേടുന്ന, പ്രവാചകനോട് തേട്ടം വരാത്ത, മഹാന്മാരോട് തേട്ടം വരാത്ത തവസ്സുൽ എന്താ? എങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു അങ്ങോട്ട് എത്താത്ത, ഇവിടെ വരാത്ത ആ രീതിയിലേക്കാണ് ശിർക്കല്ല, ഹറാമാണ്. എന്നാലോ ഇവരുടെ നേതാവ് സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ പുസ്തകം ഞങ്ങൾ തിരിച്ചൂടെ? ഹക്ക് കൊണ്ട് ദുആ ചെയ്യുന്നത്, ആ ദുആ പള്ളിയിലേക്ക് പോകുമ്പോൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിസ് സായിലീൻ. പള്ളിയിലേക്ക് അങ്ങനെ ചൊല്ലണമെന്നാണ്, പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ചൊല്ലണമെന്നാണ്. ഹക്ക് കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോകൽ സുന്നത്താണെന്ന് സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് ഞങ്ങളോട് ചോദിച്ചു. എന്തേലും പറയാൻ കഴിഞ്ഞോ? പറയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്താ പറഞ്ഞറിയോ? അത് മുഹമ്മദ് അബ്ദുൽ വഹാബോ കെ എം മൗലവി എന്തേലും പറഞ്ഞാ അതൊന്നും ഞങ്ങൾക്ക് തെളിവല്ല. പിന്നെ നിങ്ങൾക്ക് ആരാ തെളിവ്? കെ എം മൗലവിയും തെളിവല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബും തെളിവല്ല, കഴിഞ്ഞു പോയ ഒരു മുജാഹിദ് പണ്ഡിതൻ തെളിവല്ലെങ്കിൽ ഇപ്പോഴുള്ള മുജാഹിദുകളെ പിന്നീട് വരുന്ന മുജാഹിദ് തെളിവാവോ? അതും ആവൂലല്ലോ. പിന്നെ ഇവരെന്താ, നബിത്തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യാം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. കേട്ടോ, നിങ്ങൾ അദ്ദേഹം പറയട്ടെ, നബിത്തങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം, അല്ലെ ഞങ്ങൾ ചെയ്യൂല. പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനവുമായി ഒരു സംവാദം നടത്തുന്നത് എന്ന ബോധം പോലുമില്ലാതെ, വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാദഗതികളെ സ്ഥാപിക്കുന്നതിനുള്ള പരിശ്രമങ്ങളായിരുന്നു അവർ നടത്തിയത്. ഇപ്പോഴും ആ ഹഖ്ഖു സായിലീനും പിടിച്ചു നടക്കുന്ന സമസ്തയുടെ ബഹുമാന്യരായ അതിന്റെ പണ്ഡിതന്മാരോട്, പ്രബോധകന്മാരോട്, അവരുടെ പല സ്ഥാപനങ്ങളിലും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട്, റീലുകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകളോട് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ആ ഹദീസ് സ്വഹീഹല്ല. ഇനി സ്വഹീഹാണെങ്കിൽ പോലും അത് പടപ്പുകളുടെ ഹഖ് ജാ ബർക്കത്ത് മുൻനിർത്തിയുള്ള തേട്ടമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സിഫത്ത് മുൻനിർത്തി, അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകൾ, ഒന്ന് ഇജാബത്ത്, മറ്റൊന്ന് ഇസാബത്ത്. ഇജാബത്തും ഇസാബത്തും എന്ന അള്ളാഹുവിന്റെ സിഫത്ത്
മുൻനിർത്തി അള്ളാഹുവിനോട് തേടുന്ന വിഷയം, അത് ഈ വിഷയത്തിൽ തെളിവായി ഉദ്ധരിക്കുക എന്നത് ഈ സംവാദത്തിലേക്ക് ഇവർ കൊണ്ടുവന്ന തെളിവുകൾ എത്രമേൽ ബാലിശമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. രണ്ടാമതായി ഇവർ ആവർത്തിച്ചിട്ടുള്ളത്, മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഹഖ് ജാ ബർക്കത്ത് ശിർക്കെന്നാണോ, ബിദ്അത്ത് സുന്നത്താണെന്നോ, ഹറാമാണെന്നോ, ഫർളാണെന്നോ, എന്താണ് നിങ്ങളുടെ വാദം എന്നാണ് അവർ ചോദിച്ചത്. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞത് ഹഖ് ജാ ബർക്കത്തിന്റെ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞത് അത് സുന്നത്താണ്, എന്നാൽ കുഞ്ഞീദ് മദനി പറഞ്ഞത് അത് ശിർക്കാണ് എന്നാണല്ലോ. കുഞ്ഞീദ് മദനി ശിർക്കാണെന്ന് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ഒരു കയ്യിൽ കുഞ്ഞീദ് മദനിയുടെ കിതാബാണ്, മറുകൈയിൽ മറ്റൊരു മുജാഹിദ് പണ്ഡിതന്റെ കിതാബാണ്. ഒന്ന് പിടിച്ചാൽ മറ്റൊന്ന് തള്ളേണ്ടി വരും. വല്ലാത്തൊരു ഗതികേടിലായിരുന്നു മുജാഹിദുകൾ എന്നാണ് ഇപ്പോൾ കക്കുപടിയെ പോലെയുള്ള ആളുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയുന്നവർക്കറിയാം, ഈ പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടുമാണ് പ്രതിബദ്ധത കാണിക്കുന്നത്. ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഏതെങ്കിലും ഒരു മദ്ഹബിനോട് ചോദ്യം ചെയ്യാതെ അവരെ സ്വീകരിക്കുക എന്ന നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ഞങ്ങൾ തെളിവിന് പ്രാധാന്യം നൽകും. തെളിവിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് അതിനെയാണ് ഞങ്ങൾ ഇത്തിബാ ചെയ്യുക. ലോകത്ത് ആരെങ്കിലും ഞങ്ങൾ അന്ധമായി അനുകരിക്കുന്നുവെങ്കിൽ അത് ഒരൊറ്റ വ്യക്തിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ അത് അതുപോലെ ഞങ്ങൾ സ്വീകരിക്കും. എന്താ പറഞ്ഞത്? ഞങ്ങളിപ്പോ നാട് നീളെ പ്രസംഗിക്കുന്നുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം കുടിയിക്കാണ്, ഒരു കൈ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. മുജാഹിദിന്റെ ഒരു പുസ്തകം, ഒരു പുസ്തകം ഏതാ? കുഞ്ഞീദ് മദനി പുസ്തകം. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഒരു പടപ്പിനെ മുൻനിർത്തിയോ ഹഖ് ജാ എന്നിവ മുൻനിർത്തിക്കൊണ്ടോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. ഒരു പുസ്തകത്തിൽ പറയുന്നതോ അത് സുന്നത്താണ്. ഏതാ ശരി? നമ്മൾ ചോദ്യം പ്രസക്തമായ ചോദ്യമല്ലേ? അപ്പൊ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരും തെളിവല്ല. നേതാക്കന്മാർ റസൂലുള്ളാഹി പറഞ്ഞതാണോ എങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. എന്നാ കേട്ടോളൂ, മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിമുൽ ജൗസി പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത്? ഒരാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ യുസന്നുൽ ഖുറൂജ് ഇലൈഹ, പള്ളിയിലേക്ക് പോകുമ്പോൾ അവർക്ക് സുന്നത്തായ കാര്യങ്ങൾ പറയാണ്. ഒന്ന് ശുദ്ധിയുള്ളവനായിട്ട് പോകണം, പിന്നെയോ പള്ളിയിലേക്ക് വളരെ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വയഖൂല, അവൻ പറയൽ സുന്നത്താണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ ചൊല്ലൽ സുന്നത്താണ്. ഏതാ ഹദീസ്? അൻ നബി സഈദ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم ما خرج رجل من بيته إلى الصلاة فقال اللهم إني أسألك بحق السائلين عليه. ധാരക്കൊണ്ടുള്ള അവസ്ഥ സായിലീനർത്ഥ പടച്ചവനാണ്. ചിലർ പടച്ചവനുള്ള ചോദ്യമാണ്, ചോദ്യം പടച്ചവനാണെന്ന് അതിന് തർക്കമില്ല. പക്ഷെ പടച്ചവനോട് ചോദിക്കുമ്പോ ആരെ ഹക്കുണ്ടെന്നാ പറഞ്ഞത്? പടച്ചവനെ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നീ നിശ്ചയമായിട്ട് ഞാൻ അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു. ബിഹഖി സായിലീൻ, പടച്ചവനെ നിന്നോട് ചോദിച്ചത്ര സാലിഹീങ്ങളുണ്ട്, അവരൊക്കെ ഹക്കുണ്ട്. അപ്പൊ എല്ലാരും പെട്ടു, ബദരീങ്ങളും പെട്ടു, മുഹീദ്ദീൻ പെട്ടു. ആരൊക്കെ ഉണ്ട് റബ്ബിനോട് ചോദിച്ചത്? എല്ലാ മഹാന്മാരും, ഒരാളെ മാത്രമാവണ്ടെന്നാ പറഞ്ഞത്. എല്ലാരും മുൻനിർത്തിക്കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്ത് പള്ളിയിലേക്ക് പോകൽ സുന്നത്താണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മുൻനിർത്തിക്കൊണ്ട് സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയാണെന്ന് പറഞ്ഞത്. ഹദീസിൽ സ്വീകരിക്കാം, ഹദീസിലില്ലേ? ഇത് ഹദീസിലില്ലേ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസില്ലേ? എന്തെങ്കിലും പറയാണ്ടോ? ഒന്നും പറയാൻ കഴിയില്ല. എന്തേലും പറയാൻ കഴിയോ? പറയാൻ പറ്റോ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് മുശ്രിക്കാണോ എന്ന്? ഇനി ഇവിടെ പ്രസംഗിച്ചപ്പോൾ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതാവ് മറുവിഭാഗത്തിനോട് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം. എന്താ? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കാഫിറാണെന്ന് മർക്കസ് ദഅവക്കാർ പറയുന്നു. ഇയാൾ ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് മുശ്രിക്കാണോ? നമ്മൾ ചോദിച്ചത് അതേ ചോദ്യം. ഇവരെന്താ പറഞ്ഞത്? ആ ചോദ്യം ചോദിക്കാൻ പാടില്ല, നേതാക്കന്മാരെ ചോദിക്കാൻ പാടില്ല. ഇവിടെയും ചോദിച്ചതല്ലേ? ഇവിടെ ചോദിച്ച ചോദ്യം എന്താ? സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കാഫിറാണെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് മുശ്രിക്കാണോ? പല വിഷയങ്ങൾ ചോദിക്കുമ്പോ ഇമാമിങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. കേൾക്കും നിങ്ങളെ ചോദ്യങ്ങൾ. ആറാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് ബാബു ഫിൻ നുശ്ര, നുശ്രയുമായി ബന്ധപ്പെട്ട ബാബ്, അതായത് ഒരു സിഹിറിനെ മറ്റൊരു സിഹിറുമായി എടുക്കാം എന്ന് പഠിപ്പിക്കുന്ന, എടുക്കാമോ ഇല്ലയോ എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയ ഈ ഒരു ബാബിന്റെ കീഴിൽ ശൈത്താന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് സിഹിർ എന്ന് പ്രവാചകന്റെ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തെളിവെടുക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള ശിർക്ക് പ്രചരിപ്പിച്ചവരായിരുന്നോ എന്നതായിരുന്നു ആറാമത്തെ ചോദ്യമായി.
മുഹമ്മദ് അബ്ദുൽ വഹാബ് മുശ്രിക്കാണോ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? നമ്മൾ അതിനെ ചോദിച്ചത്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പുസ്തകത്തിലാണ് ഉള്ളത് അദ്ദേഹം മുശ്രിക്കാണോ കാഫിറാണോ? ഇമാമിയങ്ങളൊക്കെ മുശ്രിക്കാണോ കാഫിറാണോ? അവരൊക്കെ തവസ്സുർ നടത്തിയില്ലേ? അപ്പൊ ഇവര് പറയും ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇവിടെയും ചോദിച്ചു ചോദ്യം അതെന്നെ ചോദിച്ചത്. ഇവിടെ നോക്കും നിങ്ങൾ, ബുഖാരി ഇമാമിനെ, ഷാഫി ഇമാമിനെ, ഓരോ ഇമാമിയങ്ങളെയും എണ്ണി എണ്ണി പറഞ്ഞിട്ട് ചോദിക്കാണ് ഈ ഇമാമിയങ്ങളൊക്കെ മുശ്രിക്കാണോ? ഇതല്ലേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. കാരണം ഇവർ ഈ പറഞ്ഞ വാദമൊക്കെ സമ്മതിച്ചു കൊടുത്താൽ പൂർവ്വകാലത്ത് കഴിഞ്ഞ ഇമാമികളെ കാഫറെന്ന് പറയണ്ടില്ലേ, അവർക്ക് മുശ്രിക്കാൻ വരണ്ടില്ലേ? ഇപ്പൊ ഇവരും ചോദിക്കാൻ തുടങ്ങിയില്ല ചോദ്യം. കേൾക്കും നിങ്ങൾ. ഇമാം ഷാഫിഈ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബുൽ ഹസൻ അശ്അരി, ഇമാം ഖത്താബി, ഇമാം മുഹല്ലബ്, ഇമാം ബഗവി, ഇമാം മാസിരി, ഇമാം ഖാദി ഇയാദ്, ഇമാം ഇബ്നു ഹുബൈറ, ഇബ്നു ഖുദാമ, ഇമാം ഖുർത്തുബി, ഇമാം നവവി, ഇബ്നു തൈമിയ്യ, ഇബ്നു കസീർ, ഇബ്നു ഖയ്യിം, ഇബ്നു അബിൽ അസ്ൽ നഫി, അതേപോലെ ഇസ്മായിൽ സുൻആനി മുതൽ ഇങ്ങോട്ട് ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ ഇനി കെ എം മൗലവി, അമാനി മൗലവി അടക്കമുള്ളവർ, ഇവരൊക്കെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയുന്നു, സിഹിറിന് ഹഖീഖത്തുണ്ട്, തഫ്സീറുണ്ട് എന്ന് പറയുന്നു. എങ്കിൽ നിങ്ങളുടെ വാദപ്രകാരം, ചോദ്യം ശ്രദ്ധിക്കണേ, നിങ്ങളുടെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? ഇവരൊക്കെ കുഫ്ർ പ്രചരിപ്പിച്ചവരാണോ? അത് വ്യക്തമായി പറയണം. കണ്ടോ, ഇതല്ലേ നമ്മൾ ചോദിച്ചത്. തവസ്സുർ ശിർക്കാണെന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞ ഇമാമിങ്ങളൊക്കെ തവസ്സുർ ചെയ്തവരാ, അവരൊക്കെ മുശ്രിക്കുകളാണോ കാഫിറുകളാണോ? അപ്പൊ നമ്മളോട് എന്താ അങ്ങനെ ഇമാമിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവരുടെ പ്രശ്നം ഉണ്ടായപ്പോ ചോദ്യം എന്താ? ഇതേ ചോദ്യം ഇമാം ബുഖാരി മുശ്രിക്കാണോ, ഇമാം ഷാഫി മുശ്രിക്കാണോ, ഇമാം ഖുർത്തുബി മുശ്രിക്കാണോ, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും കെ എം മൗലവി മുശ്രിക്കാണോ എന്ന് ചോദിച്ചു. അതേ ചോദ്യം നമ്മൾ ചോദിച്ചു. അതേ ചോദ്യം നമ്മൾ ചോദിച്ചു. കാരണം എന്താ? കെ എം മൗലവി പറയുന്നു, കെ എം മൗലവിയുടെ പുസ്തകം നമ്മുടെ കയ്യിലുള്ളത്, ആ പുസ്തകത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടും മറ്റു അംബിയാക്കൾ, സാലിഹീങ്ങൾ എന്നിങ്ങനെയുള്ള അല്ലാഹു തആലയുടെ മറ്റു മഹബൂബീങ്ങളായവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുക. ഇതെന്താ തെറ്റാണെന്ന് പറഞ്ഞത്? തെറ്റാണെന്നല്ല പറഞ്ഞത്, ശർഅൽ മഹ്ബൂബായ കാര്യമാണ്. തവസ്സുലാക്കുന്നത് പുണ്യമുള്ള കാര്യമാണ്. ഇതാരാ പറഞ്ഞത്? കെ എം മൗലവി. അപ്പൊ അവിടുന്ന് പറഞ്ഞു തരുമോ? ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാ പറഞ്ഞത്. റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ടോ? ഔലിയാക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ കെ എം മൗലവി മുശ്രിക്കാണോ നമ്മൾ ചോദ്യം. നമ്മൾ ചോദിച്ചു പറഞ്ഞു അത് ചോദിക്കാൻ പാടില്ല. ഇവരുടെ പ്രശ്നം ആയപ്പോഴോ അവരും ചോദിക്കുന്ന ചോദ്യം എന്താ? അങ്ങനെ കെ എം മൗലവി മുശ്രിക്കാണോ പറയാൻ പറ്റുമോ? ഇതല്ലേ നമ്മൾ ചോദിച്ചത്. എത്ര കൃത്യമായ ചോദ്യമാണ്. എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ? ഒരക്ഷരം ഉണ്ടാൻ കഴിഞ്ഞോ? കഴിയില്ല. എന്തേ? കാരണം അല്ലാഹുവിന്റെ ദീനാണ്, ഇത് ഹക്കാണ്, സുന്നത്ത് ജമാഅത്ത് ഹക്കാണ്. ഹക്കിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇവിടെ പലരൊക്കെ വെല്ലുവിളി നടത്തിയിരുന്നു, ഞങ്ങൾ ചോദിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരാൾക്കും വരാൻ കഴിയില്ല. ഇത് സമസ്തയാണ്, ഇത് സുന്നത്ത് ജമാഅത്താണ്, ഇത് ഹക്കാണ്. ഹക്കിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും സാധ്യമാകും. ഒരു സംശയം. അല്ലാഹു ഹക്കിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരു 10 മിനിറ്റ് കൂടി ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. നീ നാളെ അവസരം തന്നില്ല എന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവരോട് അവസാനിപ്പിക്കാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒട്ടേറെ ആളുകളുണ്ട്. അല്ലാഹുവേ അവരൊക്കെ നീ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹുവേ പുണ്യ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്.